ഹലോ, പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ വ്യഞ്ജനങ്ങൾ ക ഇഖ ഗ ഇഖ ങ 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം. എഴുതുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഒരു വരയിടുക, ഇങ്ങനെ വരയ്ക്കുക. ഇഖ നോക്കി, ഇഖ ഗ, ഈ വര ലേശം കൂടി വലുതായിരിക്കും. ഗ ഇഖ 3 തിരിച്ചെഴുതുന്ന പോലെ. ഇഖ ങ, ഒരു വരയിടുക, എസ് എഴുതുക, എൻ്റെ ഈ വശത്ത് റൈറ്റ് സൈഡിൽ ഒരു കുത്ത് കൊടുക്കുക. ങ ക ഇഖ ഗ ഇഖ ങ. ഇനി അടുത്ത വ്യഞ്ജനം ഒന്നുകൂടെ കാണിക്കുക. ഇവിടെ വലുതാക്കി ഇങ്ങനെ ഒരു വര കൊടുക്കുക, താഴേക്ക് ഇങ്ങനെ അർത്ഥഗോളം വരിക, ഇനി താഴോട്ട് എടുക്കുക, വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ച, കണ്ടല്ലോ ച. ഇനി ഇച്ഛ എഴുതാൻ നോക്കട്ടെ. ഇച്ഛ, ഈ 3 തന്നെ ഇങ്ങനെ തിരിച്ചെഴുതുക. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കിട്ട് ഉണ്ടാവും. ഇനി നേരെ ഒരു വര ഇട്ടിട്ട് ഇച്ഛ. ഒന്നുകൂടെ കാണിച്ചു തരാൻ നോട്ടെ. ഈ തിരിച്ചെഴുതോടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു സർക്കിളാക്കുക. എന്നിട്ട് ഇതിനെ കൂടെ ഒരു വരയിട്ടാൽ ഇച്ഛായ. മലയാളത്തിൽ എഴുതാം ച. ഇച്ഛ. ഇനി ജാ നോക്കി, ആദ്യം ഒരു വര എഴുതാം ഇങ്ങനെ. എന്നിട്ട് ഇതിലെ കൂടെ ഇങ്ങനെ എഴുതിയാൽ സുന്ദരി ജായ. കണ്ടല്ലോ ജ. ഇവിടെ ഇച്ഛ എഴുതി, ഇനി ജ വരയിടുക, ജ. ഇനി ഇജ നോക്കിയേ, ഈ എഴുതിയത് നമ്മൾ ഇങ്ങനെ എസ് ആക്കുക. ഇങ്ങനെ ഈ എഴുതിയിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തൂടി ഒരു വരയിടുക. ഇത് നമ്മൾ കൂട്ടി കൊണ്ടിട്ട് ഇജ. ഒന്നുകൂടെ കാണിക്കാം. ഈ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതുക, ഒരു വരയിടുക, എസ് ഇങ്ങനെ എഴുതുക, ഈ ആക്കുക, ഈ ആക്കിയിട്ട് ഇതിന് മധ്യത്തിൽ കൂടി ഒരു വരയിടുക. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇജ. ഞാൻ വെച്ചാൽ ഈ സി ഇങ്ങനെ തിരിച്ചെഴുതുക. ഇങ്ങനെ ഞാൻ കണ്ടല്ലോ, സി ഇങ്ങനെ തിരിച്ചെഴുതുക. ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഞാൻ. ജ ജ ഞാൻ ഞാൻ. ച ഇച്ഛ ജ ഇജ ഞാൻ. ഇത് മായ്ച്ചിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതാം. ഏതാച്ച ബുദ്ധിമുട്ട് ആദ്യമായിട്ടുള്ളവർക്ക്. ച ഇച്ഛ ജ ഇജ്ജ ഞാൻ. ച ഇച്ഛ ജ ഇജ്ജ ഞാൻ. ച ഇച്ഛ ജ ഇജ്ജ ഞാൻ. വീണ്ടും ഞാൻ ഇത് കാണിക്കാം. എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിക്കാം. ച ഇച്ഛ നോക്കിയേ, ഇച്ഛ ജ ജ
ஞ ച ഇച്ഛ ജ ഇജ്ജ ஞ. ഇപ്പം 10 വ്യഞ്ജനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം. അതിൻ്റെ പേര് സമയമായി. ഓക്കെ.